നമ്പർ 1 എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഇവിടുത്തെ ഭരണപക്ഷം പറയുമ്പോൾ ശ്രീ PR ശിവശങ്കർ ആ നമ്പർ 1 പദവി കൊടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനും ഒരു പങ്കുണ്ടല്ലോ. കാരണം നീതി ആയോഗിന്റെ കണക്കുകളാണ് എല്ലാ തവണയും സർക്കാർ ഉദ്ധരിക്കുന്നത്. ഇപ്പോൾ ബിന്ദുവിന്റെ മരണം വരുമ്പോഴും ഉടനെ നീതി ആയോഗിന്റെ കണക്കാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ തരത്തിലും ആരോഗ്യമേഖല നമ്പർ 1 ആയിരിക്കുന്നത് ഈ 9 വർഷത്തിനിടയിലാണ്. ഈ 9 വർഷത്ത് ആ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരാണ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയത്? വളരെ നല്ല ചോദ്യമാണ് സ്മൃതി. ഞാനതിന് ഉത്തരം പറയാം. ഞാനതിന് എന്തായാലും ഉത്തരം പറയാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുൻപ് എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായതിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം എന്തോരം അറിവുകളാണ്, പുതിയ പുതിയ ജ്ഞാനങ്ങളാണ് എനിക്ക് കിട്ടിയത് എന്നോർത്തിട്ട് എനിക്ക് കോൾമേർ കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അവതാരകർ, ഇപ്പോൾ എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊന്നും ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തു പറഞ്ഞോ അതാണ് സത്യം, അതാണ് നിയമം. അതിപ്പോൾ 11:05 ഫയർഫോഴ്സ് വന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അത് റിപ്പോർട്ടർ ചാനലിൻ്റെ ക്യാമറയിൽ 12:05 എന്ന് പെടുത്തി കഴിഞ്ഞാൽ CCTVയിലുണ്ടെങ്കിലും ഒന്നും അത് സത്യമാവില്ല എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ജ്ഞാനം പോലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കോ അവതാരകർക്കോ ഇല്ല എന്നുള്ളതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അതിനെക്കുറിച്ച് VB ചെറിയൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു പാർട്ടി വനിത ഗർഭിണിയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ കാരണം മൂലമായപ്പോൾ പാർട്ടി കമ്മിറ്റി നിശ്ചയിച്ചു അത് അത്തരത്തിൽ ഗർഭമില്ല എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അംഗീകരിച്ച ഒരു നാടും അതിനെ അംഗീകരിച്ച പാർട്ടിയുമാണ്. അപ്പോൾ അതിലെനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് നിയമം, പാർട്ടിയുടെ നിയമം. അത് ശ്രീ പ്രകാശ് മാഷ് കാരണം ഇത്രയും മാന്യമായിട്ട് പറഞ്ഞു. നോക്കൂ, അദ്ദേഹം അടുത്ത കാര്യം പറഞ്ഞു. ഇപ്പോൾ മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തമെന്ന് പറഞ്ഞ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും അതിനെക്കുറിച്ചുള്ളതും അദ്ദേഹം കണ്ടിട്ടില്ല. പക്ഷേ തൊട്ടിപ്പുറത്ത് രക്ഷാപ്രവർത്തനം വൈകിയില്ല എന്നത് അദ്ദേഹം കണ്ടു. അതിനെക്കുറിച്ച് ദീർഘമായി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം കാഴ്ചയാണ് അതിലുള്ളത് എന്നും പറഞ്ഞു. അദ്ദേഹം വേറൊരു പറഞ്ഞു ചർച്ച ഏകപക്ഷീയമാവുന്നു. ഇതൊക്കെ ഞങ്ങളെ സ്ഥിരം ഇവരിങ്ങനെ നിർത്തി പൊരിക്കുന്നതാണ്. 1:4 ആണ് സ്ഥിരം നടക്കുന്നത്. അടുത്തത് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടന്നപ്പോൾ രാജിവെച്ചില്ല, മറിച്ച് കോൺഗ്രസ് സർക്കാർ നിരന്തരം രാജിവെച്ചിരുന്നു എന്നുള്ള യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകയുടെ ഒരു വാദം കേട്ടപ്പോൾ 2006 മുംബൈ ബ്ലാസ്റ്റ് 209 പേര് മരിച്ചപ്പോഴും 2008 മുംബൈ അറ്റാക്ക് 171 പേര് മരിച്ചപ്പോഴും 2008 ഡൽഹി ബോംബ് അറ്റാക്കിൽ 36 പേര് മരിച്ചപ്പോഴും അഹമ്മദാബാദിലും അടക്കമുള്ളൊക്കെ ഇങ്ങനെ മൻമോഹൻ സിംഗ് രാജിവെക്കുകയായിരുന്നു, പിന്നെ ഭരിക്കുകയായിരുന്നു എന്നാണോ അവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ചർച്ചയിൽ വരുന്നത് നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രി രാജിവെച്ചു എന്നാണല്ലോ ചോദിച്ചത്. ശിവരാജ് പാട്ടീൽ ബാക്കിയൊക്കെ രാജിവെച്ചല്ലോ അല്ലേ? ഇത് കൃത്യമായിട്ട് പറഞ്ഞു കണ്ടോ? അല്ല സ്മൃതി, ഇത് കൃത്യമായിട്ട് പറഞ്ഞു. ബാക്കിയൊന്നും പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്ന് പറയേണ്ടിയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അത് കാരണം ആ പ്രശ്നമില്ല. എനിക്ക് അത്രയും പ്രതീക്ഷകളൊക്കെ പണ്ടേ നഷ്ടപ്പെട്ടു കാരണം ആ പ്രശ്നമില്ല. 2, സ്മൃതി ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഒന്ന്, എന്തുകൊണ്ടാണ് നീതി ആയോഗ് ഇത്തരത്തിലുള്ള അവാർഡ് കൊടുത്തതെന്ന് മനസ്സിലാക്കേണ്ടത്. നീതി ആയോഗ് കൊടുത്തുന്നത് ചില കണക്കുകളുടെ കാര്യത്തിലാണ്. ആ കണക്കുകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. ഞാൻ മറ്റ് 2 കണക്കുകൾ പറയാം. NHM, പണ്ട് NRHM ആയിരുന്നു. NHM എന്നുള്ള പ്രൊജക്റ്റിൻ്റെ കീഴിൽ സംസ്ഥാനത്ത് കേരള സർക്കാരിന് കൊടുത്തിട്ടുള്ള കണക്കുകളുടെ ഇന്ന് കണക്ക് വന്നിട്ടുണ്ട്. ഏതാണ്ട് 7434.35 കോടി രൂപ സംസ്ഥാനത്തിന് കഴിഞ്ഞ 6 വർഷത്തിനകം കൊടുത്തിട്ടുണ്ട്. കണക്കുകളുണ്ട്. 2, സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻസ് 62,337.5 കോടി രൂപ ഈ സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് ഇത്രയും വർഷം. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരതിൻ്റെ പേരിൽ ഏതാണ്ട് 7,434 കോടി രൂപ 83.5 ലക്ഷം പേർക്ക് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദ യോജന 4,440 കോടി രൂപ ഏതാണ്ട് 10 ലക്ഷം പേർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം ഫണ്ടുകൾ, ഞാൻ ദീർഘമായ ഫണ്ടുകളുടെ കണക്കുകളുണ്ട്, ഞാൻ പറഞ്ഞ് മറ്റുള്ള ദീർഘമായ ഫണ്ടുകൾ സംസ്ഥാനത്തിൻ്റെ ഇതിൽ കാണാം. ഇത്തരം ഫണ്ടുകൾ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ സംസ്ഥാനത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് ഗവൺമെൻറ് TD കോളേജ് ആലപ്പുഴ 170 കോടിയുടെ വികസനം നടത്തുമ്പോൾ 120 കോടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 120 കോടി 90 കോടി കേന്ദ്രം നൽകിയിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് 120 കോടി 100 കോടിയും കേന്ദ്രം നൽകിയിരിക്കുന്നു. ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ 230 കോടി 120 കോടി നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ ഫണ്ടും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വികസനം ഉണ്ടായത്. പക്ഷേ ഇതുകൊണ്ട് മാത്രമല്ല, സംസ്ഥാനത്ത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ദീർഘനാളുകളായി നമുക്കുള്ള ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം, അതുപോലെ തന്നെ നിസ്വാർത്ഥരായ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയി ദേവിയുടെയും അടക്കമുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ പണക്കാരെ അങ്ങോട്ട് ചികിത്സിക്കുന്നത് കൊണ്ടുമാണ് ഇവിടെ സാധാരണഗതിയിൽ കുറവ് രോഗികൾ വരുന്നതും
കുറച്ചെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതും. പക്ഷേ നമുക്കറിയാം ഇന്നും ഈ ആരോഗ്യ മേഖലയിൽ ഇന്ന് എന്തുകൊണ്ടാണ് തലശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗം സ്ലാബ് തകർന്നു വീണു, കണ്ണൂർ അതുപോലെ സ്ലാബ് തകർന്നു വീണു, തൊടുപുഴയിൽ വെറും ടർപ്പായ വലിച്ചു കെട്ടി അവിടെ ചികിത്സ നടത്തുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളം കിട്ടാണ്ട് എത്രയോ ദിവസം പൂട്ടിയിട്ടു, അതുപോലെ തന്നെ ഈ മഴ പെയ്തപ്പോഴത്തേക്കും ICUയിലേക്ക് വെള്ളം കയറിയിട്ട് നമുക്കറിയാം കുറച്ച് പേരെ എടുത്തുകൊണ്ട് ഓടുന്ന ഇത് കണ്ടു. ഇതൊന്നും പ്രതിപക്ഷങ്ങളോ BJPയോ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ്, വാർത്തയതാണ്, ജനങ്ങൾ അനുഭവിച്ചാണ്, ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് ഈ കേരളത്തിൽ നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്മൾ അനാസ്ഥയുടെ വക്കിൽ കൂടിയാണ്. കേന്ദ്ര സർക്കാർ ഇത്രയേറെ ഫണ്ട് നൽകുന്നുണ്ട്, അതുകൊണ്ട് ഇവർ നമ്പർ 1 ആയിട്ടില്ല. പക്ഷേ ഒരു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കൂടുന്നു. ഞാൻ ഒരു കണക്കൂടെ പറയാം. ഇവിടെ സംസ്ഥാനത്ത് 2016 ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഏതാണ്ട് 38,400 ബെഡുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ, സർക്കാർ കീഴിൽ. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 10 വർഷമായി 2025 38,525 ബെഡുകളേ ഉള്ളൂ. ഏതാണ്ട് 125 ബെഡുകൾ മാത്രമാണ് ഈ സംസ്ഥാന സർക്കാരിന് കൂടിയിരിക്കുന്നത്. ഇതേ സമയം കർണാടകയിലും തമിഴ്നാട്ടിലും ഏതാണ്ട് അവിടെയും ഈ പറയുന്ന 30,000-40,000 ഇടയ്ക്കായിരുന്നു, 30,000-നും 40,000-നും ഇടയ്ക്കായിരുന്നു ബെഡ്. പക്ഷേ അവർ 10% കൂട്ടിയിരിക്കുന്നു. ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 6,000-7,000 എന്നുള്ളത് ബെഡുകൾ കൂട്ടിയിട്ടുണ്ട് കർണാടകയിൽ. അപ്പോൾ സംസ്ഥാനങ്ങളിൽ അടിസ്ഥാന സൗകര്യം കൂട്ടിയിരിക്കുന്നു, കിടക്കാനുള്ള ബെഡുകൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർമാരുടെ കണക്കുകൾ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. PHCയുടെ എണ്ണം, പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ്, അത് എത്ര എണ്ണമായിരുന്നു? 2016 842, ഇപ്പോൾ 856 ആയിട്ടുള്ളൂ. വെറും 12 എണ്ണമാണ് കൂടിയിട്ടുള്ളത്. സംസ്ഥാനത്ത് എത്രയേറെ ആശുപത്രിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രോൻ്റെ 4 വർഷമായിട്ട് ഗ്യാസ്ട്രോ സർജൻ ഇല്ലാത്ത കണ്ണൂർ മെഡിക്കൽ കോളേജുകളുണ്ട്. അതുപോലെ തന്നെ അർബുദ ചികിത്സയ്ക്ക് കോൾബാറ്റ് തെറാപ്പി അതില്ലാത്ത 5 വർഷമായി ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളുണ്ട്. ഇത്തരം കോളേജുകളിലെ ഒരു വർഷങ്ങളായി ഇത്തരത്തിൽ 5 വർഷവും 4 വർഷവുമായിട്ട് പോസ്റ്റിംഗ് ഇല്ലാത്ത പ്രധാനപ്പെട്ട അർബുദത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്യാസ്ട്രോൻ്റെയും എല്ലാം ഒരു സൗകര്യമില്ലാത്ത കോളേജുകൾ. മഞ്ചേരി മെഡിക്കൽ കോളേജ്, മലപ്പുറത്താണല്ലോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. 50 ഏക്കർ ഏറ്റെടുക്കേണ്ട സ്ഥലത്ത് 23 ഏക്കറല്ലേ നിങ്ങൾ ഇതുവരെ ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പറയുന്നത് എയിംസിന് ഞങ്ങൾ 100 ഏക്കർ ഏറ്റെടുത്ത് കൊടുക്കാമെന്ന്. സത്യത്തിൽ വേണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിന് സ്ഥലമില്ല, സൗകര്യമില്ലാതെ കിടക്കുകയല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള, എന്നിട്ട് ഇന്ന് ദേശാഭിമാനിയുടെ വേറൊരു ഫ്രണ്ട് പേജിൽ വാർത്തയും ഉണ്ട്. അതെന്തുകൊണ്ടാണ് സ്മൃതി കാണാതെ പോയെന്ന് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത നൽകുന്നത്. സംസ്ഥാനത്ത് പ്രതിപക്ഷങ്ങൾ സമരം ചെയ്യുന്നത് കോർപ്പറേറ്റുകളെ കൂടുതൽ ഗണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട പ്രകാശ്, ഒരു കാര്യം മനസ്സിലാക്കൂ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റുകൾ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ന് കേരളത്തിലാണ്. കാരണം അവർക്കറിയാം ഇന്ന് അടിസ്ഥാന മേഖല തകർന്നിരിക്കുന്നു, അവർക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോസ്പിറ്റൽ മാത്രമല്ല, 5 സ്റ്റാർ ഹോട്ടൽ മാത്രമല്ല 5 സ്റ്റാർ ഹോസ്പിറ്റലും ഇന്ന് വരുന്നത് കേരളത്തിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയാണ് ഇന്ന് കേരളത്തിലെ പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ വളരെ അച്ചടക്കരാഹിത്യമായി കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം സ്മൃതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ചികിത്സ വേണം, അദ്ദേഹത്തിന് വിദേശത്ത് പോകണോ വേണ്ട എന്നുള്ളതൊക്കെ അദ്ദേഹത്തെ നിശ്ചയിക്കാം. പക്ഷേ ഇത്തരം അസുഖമുള്ളവർക്ക് ഇന്ത്യയിൽ ചികിത്സ കിട്ടില്ലേ? എങ്ങനെയാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലിയും അതുപോലെ തന്നെ സുഷമ സ്വരാജും അടക്കമുള്ള ആളുകൾ എയിംസിൽ പോയി ചികിത്സ നേടിയത്? എങ്ങനെയാണ് വാജ്പേയി പോലും ഇന്ത്യയിൽ സർജറിക്ക് പോയത്? ഇത്തരത്തിലുള്ള മാതൃകയല്ലേ വേണ്ടിയിരുന്നത്? ഒരു കലാപം വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി തീരുമാനിക്കാം. ഒരു ജനാധിപത്യ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ജനങ്ങളുടെ പക്ഷത്തുള്ള സർക്കാർ കുറച്ചുകൂടി ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം എന്താണ്? ഈ കേരളത്തിലും ഈ രാജ്യത്തും നമുക്ക് ചികിത്സ കിട്ടും എന്നുള്ള സന്ദേശമായിരുന്നു നൽകേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമാണ്, അദ്ദേഹത്തിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കുറച്ചുകൂടി മാന്യമായ മെച്ചപ്പെട്ട തീരുമാനം അതായിരുന്നു ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടിരുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഏകപക്ഷീയമായിട്ടും അല്ലെങ്കിൽ അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.